ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ ഗ്രീറ്റിംഗ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ വിഷസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഉച്ചത്തെ വിഷസ്. ഒരാൾ നമ്മൾ ഉച്ചയ്ക്കാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ, അത് ആദ്യമായിട്ട് ഉച്ചയ്ക്കാണ് കാണുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ വിഷ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വാം ആൻഡ് ഫ്രണ്ട്ലി. വാം എന്ന് വെച്ചാൽ ഒരു തണുപ്പായിട്ട് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ. വിഷ് യു എ വണ്ടർഫുൾ ആഫ്റ്റർനൂൺ. നിങ്ങൾക്ക് നല്ലൊരു ആഫ്റ്റർനൂൺ നല്ലൊരു ഉച്ച നേരുന്നു, എന്താ പറയുക, അത് നേരുന്നു എന്നൊക്കെ നമ്മൾ പറയത്തില്ല, അതാണ്. ഹോപ്പ് യുവർ ഡേ ഈസ് ഗോയിങ് ഗ്രേറ്റ്. ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം നന്നായിട്ട് പോകുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ. സെൻഡിങ് യു വാം വിഷ് ഫോർ എ ലവ്ലി ആഫ്റ്റർനൂൺ. നമ്മൾ വാം വിഷൊക്കെ അയക്കത്തില്ലേ. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ രാവിലെ നമ്മളെ വിഷ് ചെയ്താൽ നമ്മളിപ്പം ചിലപ്പോൾ ഓരോരുത്തർ നോക്കണമെന്നില്ല, തിരക്കാനോരോരുത്തർ നോക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ അവരോട് ഉച്ച സമയത്ത് വിഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ സമയം നോക്കിയിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ഗ്രേറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അയക്കത്തില്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ വെച്ചിട്ട് നമ്മൾ അയക്കും. അപ്പോൾ നമ്മൾ അവർ ഗുഡ് മോർണിംഗ് അയച്ചു എന്ന് പറഞ്ഞ് നമ്മളോട് ഗുഡ് മോർണിംഗ് അയക്കാറില്ല. അത് ആഫ്റ്റർനൂൺ ആണെങ്കിൽ ആഫ്റ്റർനൂൺ തന്നെ അയക്കും. ഓക്കെ, അപ്പോൾ അതാണ്. സെൻഡിങ് യു വാം വിഷ് ഫോർ എ ലവ്ലി ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമുക്ക് വാം വിഷൊക്കെ അയക്കാം, ലവ്ലി. ഇപ്പോൾ പ്രണയിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ അതുപോലെ ലവ്ലി ആയിട്ടുള്ള ഒരു ഗുഡ് ആഫ്റ്റർനൂൺ വിഷ് ചെയ്യുന്നത്. പിന്നെ ഇൻസ്പിറേഷണൽ, നമുക്കൊരു പ്രചോദനം തോന്നുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം. മേക്ക് ദി മോസ്റ്റ് ഓഫ് യുവർ ആഫ്റ്റർനൂൺ, യു ഗോട്ട് ദിസ്. എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ആഫ്റ്റർനൂണും നല്ല കളർഫുള്ളായിട്ടാക്കാം. മോസ്റ്റ് ഓഫ് യുവർ ആഫ്റ്റർനൂൺ, മേക്ക് മോസ്റ്റ് ഓഫ് യുവർ ആഫ്റ്റർനൂൺ, യു ഗോട്ട് ദിസ്. ഇതുപോലെ നല്ല ഇൻസ്പിറേഷണലൊക്കെ ആയിട്ട് തോന്നാനായിട്ട് നമ്മൾ പ്രചോദനം. ഇപ്പോൾ നമ്മൾ രാവിലെ ഒരാൾ ഗുഡ് മോർണിംഗ് അയക്കുമ്പോൾ അതിൽ തന്നെ കുറേ തോട്ട്സൊക്കെ ഉണ്ട്, വേർഡ്സൊക്കെ വരും. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് അയക്കുമ്പോൾ ഒരാൾക്ക് അത് വായിക്കുമ്പോൾ ചിലർക്ക് അത് ഇൻസ്പിറേഷൻ ആവാറുണ്ട്. അപ്പോൾ നമ്മളാ കയ്യിൽ നിന്ന് നമ്മളതൊക്കെ ചെയ്യുക. അപ്പോൾ അതുപോലെ ആയിരിക്കും. പിന്നെ ആഫ്റ്റർനൂൺ മോട്ടിവേഷണൽ. നമ്മൾ പറയുമ്പോൾ സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ പ്രൊഡക്റ്റീവ്. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാൾ ഇതായാലും നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുക, അങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുക. അത് ടേൺ യുവർ ആഫ്റ്റർനൂൺ ഇൻ ടു എ മാസ്റ്റർ പീസ്. നമ്മൾ ആഫ്റ്റർനൂൺ മാസ്റ്റർ പീസായിട്ടാക്കി മാറ്റുക. പിന്നെ റിലാക്സിങ് ആൻഡ് കാമിങ്. നമ്മളിപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കത്തില്ലേ, അപ്പോൾ അതങ്ങനെ നോക്കാം. ടേക്ക് എ ഡീപ് ബ്രെത്ത് ആൻഡ് എൻജോയ് ദി റെസ്റ്റ് ഓഫ് യുവർ ആഫ്റ്റർനൂൺ. എന്ന് വെച്ചാൽ പാതി കഴിഞ്ഞല്ലോ, ഇനി പാതിയും കൂടെ അറിയുമല്ലോ ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഡീപ് ബ്രെത്തൊക്കെ എടുത്ത് നല്ലപോലെ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ആഫ്റ്റർനൂൺ ഒന്ന് ആഘോഷിക്കുക. അൺവാണ്ടഡ് ആൻഡ് റീചാർജ് ദിസ് ആഫ്റ്റർനൂൺ. നമ്മൾ ആഫ്റ്റർനൂണൊക്കെ ഓരോരുത്തർ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ചിലപ്പോൾ ഹെവി ആവാം. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ച് ഹെവി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ബാറ്ററിയുടെ ആവശ്യം വരും, അല്ലെങ്കിൽ ലൈക്ക് ഒരു എനർജി ആവശ്യം വരും. അപ്പോൾ ഇപ്പോൾ ഒരാളിങ്ങനെ നമുക്കിങ്ങനെ വിശ്വസിക്കുക, എന്തെങ്കിലുമൊക്കെ നമ്മൾ മൊബൈലിൽ കാണുമ്പോൾ നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. റീചാർജ് നമ്മൾ തന്നെത്താനെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളുടെ ഷെയർ ചെയ്യും, പങ്കുവെക്കും. പക്ഷെ നമ്മൾ തന്നെത്താനെ അതിന് മോചനം നേടണം. പക്ഷെ നമ്മൾ തന്നെത്താനെ അതിൽ നിന്ന് സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ അതുപോലെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആരെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഉപദേശിക്കുന്നവരും ഉണ്ട്, പക്ഷേ എല്ലാ ഉപദേശവും നമ്മൾ കേൾക്കാറില്ല. നമ്മൾ കേൾക്കേണ്ട ഉപദേശങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കേൾക്കും. സോ നമ്മൾ അതുപോലെ നല്ല രീതിയിൽ ഇതാക്കാം. അപ്പോൾ അതുപോലത്തെയൊക്കെയാണ് നമ്മൾ ആഫ്റ്റർനൂൺ ഓരോരുത്തർക്ക് നമ്മളിപ്പം രാവിലെ എങ്ങനെ നമ്മൾ വിഷ് ചെയ്യുന്നു, സുപ്രഭാതം ഒക്കെ. ഇപ്പോൾ നമ്മൾ ഒരാളെ ഉച്ചയ്ക്ക് കാണുന്നെങ്കിൽ നമ്മൾ എന്തായാലും ഗുഡ് ആഫ്റ്റർനൂൺ സർ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ, അങ്ങനെയൊക്കെ നമ്മൾ ആഫ്റ്റർനൂൺ വെച്ചിട്ട് നമ്മൾ വിഷ് ചെയ്യാറുണ്ട്. ഓക്കെ 3 മേ യുവർ ആഫ്റ്റർനൂൺ ബി ഫിൽഡ് വിത്ത് പീസ് ആൻഡ് സീക്രറ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആഫ്റ്റർനൂൺ നല്ലപോലെ ഫില്ലായിട്ട് നല്ലപോലെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് പറ്റത്തും. നെക്സ്റ്റ് പ്രൊഡക്റ്റീവ് ആൻഡ് മോട്ടിവേഷണൽ. നമ്മളെങ്ങനെയാണ് ഒരാൾ മോട്ടിവേഷനായിട്ട് ഇരിക്കാൻ പറ്റുക. ഇപ്പോൾ ഓരോരുത്തരെ കണ്ടിട്ടില്ല, രാവിലെ തൊട്ട് വൈകുന്നേരം ഫുൾ എനർജി പാക്കായിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയായിട്ട് ഇരിക്കാൻ പറ്റുക, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രഷ് യുവർ ഗോൾ ദിസ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഓരോരുത്തർക്കും ഓരോ ഗോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഗോളിനെ പറ്റി ചിന്തിക്കുക. ആ ആഫ്റ്റർനൂൺ ഇപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മുടെ ഡേ കുറച്ച് മോശമാണെങ്കിൽ നമ്മൾ ഉച്ച തൊട്ട് ബാക്കിയുള്ള ആഫ്റ്റർനൂൺ നമ്മളത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്താണ് ഗോൾ, അത് അതിനെ ഫോക്കസ് ചെയ്ത് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. സ്റ്റേ ഫോക്കസ്, സ്റ്റേ ഡ്രൈവൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി ശ്രമിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ.
മേക്ക് എവറി മൂമെൻറ്റ് കൗണ്ട് ദിസ് ആഫ്റ്റർനൂൺ. എവറി മൂമെൻറ്റ്, ഓരോ മൂമെൻറ്റിലും ഇപ്പോൾ നമ്മൾ ഹാഫ് ഡേ നല്ലതായിരിക്കാം, ചിലപ്പോൾ ആഫ്റ്റർനൂൺ കഴിഞ്ഞ് മോശമായിരിക്കാം, അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഉച്ച വരെ മോശമായിരിക്കാം, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ നല്ലതായിരിക്കാം, ചിലർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നല്ലതായിരിക്കും. അങ്ങനെ പല പല സിറ്റുവേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുപോലെ ഇതാക്കാനായിട്ട് പറ്റും, നല്ല നല്ല മൂമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോ മെമ്മറീസൊക്കെ ഓർത്ത് വെക്കാനായിട്ട് പറ്റും. ഫണ്ണി ആൻഡ് ലൈറ്റ് ഹാർട്ടഡ്. ആഫ്റ്റർനൂൺ സ്ലംപ്. നഹാ യു ഹാവ് ഗെറ്റ് ദിസ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ആഫ്റ്റർനൂൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് യു ഹാവ് ഗെറ്റ് ദിസ്. നെക്സ്റ്റ് കോഫി റീഫിൽ ടൈം. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കോഫി റീഫില്ല് നമ്മളങ്ങനെ ഇതാക്കാറില്ല, അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ആഫ്റ്റർനൂൺ വൈബ്സ്. റിലാക്സ്, റീചാർജ്, റിപ്പീറ്റ്. ഇപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യുക, റീചാർജ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രാവിലെ എന്തോരം ചെയ്തുകൊണ്ടിരുന്നത് അതൊന്നായിരിക്കുമല്ലോ നമ്മളിപ്പോൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ രാവിലെ നമ്മൾ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുക, ജോലി ചെയ്യുക. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അതുപോലെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കാണ്, ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കുടിക്കുക, ഒന്ന് റിലാക്സ് ആവുക, ചിലപ്പോൾ മൈൻഡൊക്കെ ഓഫ് ആണെങ്കിൽ ഒന്ന് റിലാക്സിങ് സോങ്സ് ഒക്കെ കേൾക്കുക. അപ്പോൾ അതുപോലെ റിപ്പീറ്റ് ആയിരിക്കും. നമ്മളെ തന്നെ എനർജി ഇതാക്കുക. രാവിലെ തൊട്ട് നമ്മൾ ഉച്ച വരെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ടയേർഡായിരിക്കും, നമുക്ക് ബ്രേക്ക് വേണം തോന്നും. അപ്പോൾ നമ്മൾ ഫുഡ് ലഞ്ച് കഴിക്കും, ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കൂടെ നിന്ന് കഴിക്കും, ഒന്ന് റിലാക്സ് ആവും, ഓക്കെ ആയിട്ട് പിന്നെ പോയി നമ്മൾ ബാക്കി ജോലി പിന്നെയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് റിലാക്സ്, റിപ്പീറ്റൊക്കെ ചെയ്യാം. പിന്നെ ഹാർട്ട് ഫെൽറ്റ് ആൻഡ് കെയറിങ്. ഇങ്ങനെയാണ് കെയർ ചെയ്യുക. സെൻഡിങ് ലവ് ആൻഡ് പോസിറ്റീവ് വൈബ്സ് യുവർ വേ ദിസ് ആഫ്റ്റർനൂൺ. നമ്മൾ നല്ലപോലെ സെൻഡിങ് ലവ് ഒക്കെ സെൻഡ് ചെയ്ത് വൈബ്സ്, പോസിറ്റീവായിട്ടുള്ള വൈബ് അതൊക്കെ നമ്മൾ അയക്കുക. നമ്മളിപ്പോൾ ഒരാൾക്ക് നല്ല ഇതിലൊക്കെ അയക്കുമ്പോഴത്തേക്കും അവർ നമുക്ക് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും തോന്നുക. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ വിഷിങ് യു എ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്ലെസ്ഡ് ആഫ്റ്റർനൂൺ. ഈ ആഫ്റ്റർനൂൺ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും നല്ല അനുഗ്രഹമുള്ള ആഫ്റ്റർനൂൺ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്ന പോലെ. മേ യുവർ ആഫ്റ്റർനൂൺ ബി ഫിൽഡ് വിത്ത് ജോയ് ആൻഡ് ലവ്. ഈ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നല്ല ജോയ് സന്തോഷവും നല്ലൊരു ലവും ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ വിഷസ്. ഇത്രയൊക്കെയാണ് നമ്മൾ വരുന്നത് വിഷസ് ചെയ്യുമ്പോൾ. നമുക്ക് പാതി ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടുണ്ട്, പാതി കഴിഞ്ഞു, ഇനിയിപ്പോൾ പാതിയും കൂടിയേ ഉള്ളൂ ആഫ്റ്റർനൂൺ ടു നൈറ്റ്. അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് റിലാക്സ് ചെയ്യുക, ചില്ല് ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുക. അതൊക്കെയാണ് നമ്മൾ ഗുഡ് ആഫ്റ്റർനൂണിൽ നിന്ന് നമ്മൾക്ക് വരുന്ന വിഷസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആർക്കും എല്ലാം സെൻഡ് ചെയ്യും. ഇംഗ്ലീഷിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഹാവ് എ ഗ്രേറ്റ് ഡേ, ഹാവ് എ വണ്ടർഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സെൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെ മറ്റുള്ളവർക്കുള്ള ചില്ലിങ് ആയിട്ടുള്ളൊരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാസ്സിൽ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. സോ അതിൻ്റെ ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ നിങ്ങളുടെ രണ്ടാമത്തെ ചാനലായ കോമേഴ്സ് മാസ്റ്റർ 2024 ചാനലുകളൊന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ അക്കൗണ്ടൻസി, സെക്കൻഡ് ഇയർ അക്കൗണ്ടൻസി ടിപ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആർക്കെങ്കിലും അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൽ ആ ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റായിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ടൻസി അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കിട്ടത്തുള്ളൂ. സോ അപ്പോൾ എല്ലാവർക്കും അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.